ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. ഇന്നത്തെ വീഡിയോ ഒരു ക്രീമിനെ കുറിച്ചുള്ളതാണ്. ഫ്ലോറ ഫെയർ ക്രീം, വൈദ്യരത്നത്തിൻ്റെ ഫ്ലോറ ഫെയർ ക്രീമിനെ കുറിച്ചുള്ളതാണ്. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു സ്പോൺസേർഡ് വീഡിയോ ഒന്നുമല്ല. പലരും തിരക്ക് പിടിച്ച ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ ആയുർവേദത്തിൽ ഒരുപാട് മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന എണ്ണകളൊക്കെ ഉണ്ട്. ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ എല്ലാവർക്കും പറ്റണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല എഫക്റ്റീവായ ഒരു ക്രീമാണ് ഫ്ലോറ ഫെയർ ക്രീം. നമുക്കിത് വിശദമായിട്ട് നോക്കാം. ഏതൊക്കെ കണ്ടീഷൻസിൽ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഇത് ഫീമെയിൽസിനും മെയിൽസിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ്. വളരെ സേഫാണ്. അങ്ങനെ പ്രശ്നങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്നത് കൊണ്ടും ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു ക്രീമാണ് ഇത്. നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട കണ്ടീഷൻസ് എന്ന് പറയുന്നത്, ഒന്ന്, നിങ്ങൾക്ക് മുഖക്കുരു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. മുഖക്കുരു വരാതിരിക്കാനും അതുപോലെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഇതൊന്നും വരാതിരിക്കാൻ ഒരു പ്രിക്കോഷനായിട്ട് നമുക്ക് ഈ ഒരു ക്രീം ഉപയോഗിക്കാം. അതല്ലാതെ നെറ്റിക്ക് ഉണ്ടാവുന്ന ചെറിയ ചെറിയ കുരുക്കളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഇത് ഉപയോഗിക്കുന്നത് വളരെ എഫക്റ്റീവാണ്. ഇനി കണ്ണിനടിയിലുള്ള കറുപ്പ് കണ്ണിനടിയിൽ കറുപ്പുണ്ടെങ്കിൽ ആ ഭാഗങ്ങളിലും നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. രാത്രി കിടക്കുന്നതിന് മുമ്പ് കണ്ണിന് താഴെ ഒന്ന് ജെന്റിലായി മസാജ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് രാവിലെ കഴുകിക്കളയാവുന്നതാണ്. ഇങ്ങനെ കണ്ണിൻ്റെ താഴെ ഉണ്ടാവുന്ന കറുപ്പ് നിറം മാറ്റാനും ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ ചുണ്ടിന് ചുറ്റുമുള്ള കറുപ്പ് നിറം, ഈ ഭാഗങ്ങളിലൊക്കെ ഡാർക്ക് പിഗ്മെൻറ്റേഷൻസ് ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ളതിനും ഇത് വളരെ എഫക്റ്റീവാണ്. അതുപോലെ തന്നെ കരിമംഗല്യമുള്ളവർക്ക് വളരെ സേഫായിട്ട് കരിമംഗല്യം കുറക്കാനും കൂടെ സഹായിക്കുന്ന, ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ് ഫ്ലോറ ഫെയർ ക്രീം. അപ്പോൾ ഇത് കരിമംഗല്യം ഉള്ളവർക്കും ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ പേര് പോലെ തന്നെ സ്കിൻ നല്ല ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ടും ഈ ഒരു ക്രീം സഹായിക്കുന്നുണ്ട്. ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഒത്തിരി അടങ്ങിയിട്ടുള്ള മഞ്ഞൾ ഇതിലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻസ് വരാനും സ്കിൻ അലർജീസ് വരാതിരിക്കാനും ഒക്കെ ഈ ഒരു ക്രീം സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ നമ്മളെ ഡെയിലി ഉണ്ടാകുന്ന സ്കിന്നിൽ പൊടികളൊക്കെ മൂലം ഉണ്ടാകുന്ന ടോക്സിൻസ് പുറന്തള്ളാൻ സഹായിക്കുന്ന മഞ്ചട്ടി കൂടി അടങ്ങിയിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ കരിമംഗലത്തിനൊക്കെ വളരെ എഫക്റ്റീവാണ് മഞ്ചട്ടി. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ടോക്സിൻസിനെ ഇത് പുറന്തള്ളുന്നുണ്ട്. അതുകൊണ്ട് ഈ മഞ്ചട്ടിയും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ഇൻഫ്ലമേഷൻ കുറക്കാൻ സഹായിക്കുന്ന, സ്കിൻ അലർജീസ് ഒക്കെ കുറക്കാൻ സഹായിക്കുന്ന ഒരുപാട് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ കുങ്കുമാതി തൈലം അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ചേർത്തിട്ടാണ് ഫ്ലോറ ഫെയർ ക്രീം ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെയുള്ള കണ്ടീഷൻസിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് വെറുതെ ഒരു നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ക്രീമായിട്ടും നമുക്കിത് ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് ഡെയിലി 2 നേരം ഉപയോഗിക്കുന്നതാണ്. രാവിലെയും വൈകിട്ടും രാത്രി കിടക്കുന്നതിന് മുന്നും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ രാത്രി കിടക്കുമ്പം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. എല്ലാ ആയുർവേദ ക്രീമും, മിക്ക ആയുർവേദ ക്രീമും ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓയിലി സ്കിന്നുള്ളവർക്ക് ചിലപ്പോൾ കുരുക്കൾ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർ കിടക്കുന്നതിന് 1 മണിക്കൂർ മുന്നൊക്കെ അപ്ലൈ ചെയ്തിട്ട് കിടക്കുമ്പോൾ മുഖം വാഷ് ചെയ്തിട്ട് കിടക്കുന്നതായിരിക്കും നല്ലത്. അതല്ല നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നാണെങ്കിൽ രാത്രി അപ്ലൈ ചെയ്ത് കിടക്കാവുന്നതാണ്. ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. ആദ്യം നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇളം ചൂടുവെള്ളത്തിൽ പനിനീർ ഒഴിച്ചതിന് ശേഷം റോസ് വാട്ടർ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നന്നായി മുഖം കഴുകുന്നത് നല്ലതായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് തേനോ റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പഞ്ഞിയിലെടുത്ത് മുഖം നന്നായിട്ട് വൈപ്പ് ചെയ്ത് കളയാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഈ ക്രീം മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 3 മിനിറ്റെങ്കിലും മസാജ് ചെയ്യുക. മസാജ് ചെയ്യാൻ വളരെ ശക്തിയിലൊന്നും ചെയ്യരുത്, വളരെ ജെൻറ്റിലായിട്ട് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് സാധാരണ ഉറങ്ങാൻ പോവാം. അതല്ല രാവിലെയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിന് മുകളിൽ മേക്കപ്പ് ചെയ്യുന്നത് കൊണ്ടും യാതൊരു കുഴപ്പമില്ല. നമ്മുടെ ഒരു ഡേ ക്രീമായിട്ടും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. എഫക്റ്റീവായ ഒരു ക്രീമാണ്. കൊടുത്ത പലർക്കും ഇത് വളരെ എഫക്റ്റ് ഉള്ളതാണ്. ഇതിന് യാതൊരു സൈഡ് എഫക്ട്സും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് വളരെ സേഫായിട്ട് ഉപയോഗിക്കാം. നമുക്കിപ്പോൾ ബ്രൈറ്റനിങ് ക്രീമൊക്കെ ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ പലർക്കും പേടിയാണ് അതൊക്കെ വാങ്ങി ഉപയോഗിക്കാൻ. പല കിഡ്നിക്കൊക്കെ ബാധിക്കുന്ന പല ഇൻഗ്രീഡിയൻസും അടങ്ങിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ക്രീമുകളിലൊക്കെ. പക്ഷേ ഇത് വളരെ സേഫായിട്ട്, വളരെ ഹെർബൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് വളരെ സേഫായി വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. സ്കിന്നിൽ എന്തെങ്കിലും ഓൾറെഡി പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ, അതായത് എന്തെങ്കിലും സ്കിൻ ഇറിറ്റേഷൻസ് ഉള്ളവരാണ്, സ്കിൻ അലർജീസൊക്കെ വർഷങ്ങളായിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ക്രീം അപ്ലൈ ചെയ്യുക. അല്ലാത്തവർക്കൊന്നും കുഴപ്പമില്ല. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ചെറിയ ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത്
ഡെയിലി അപ്ലൈ ചെയ്യാവുന്നതാണ്. നേരത്തെ കണ്ണിനടിയിൽ ഞാൻ രാത്രി കിടക്കുമ്പോൾ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓയിലി സ്കിൻ ഉള്ളവർക്കും അങ്ങനെ കണ്ണിനടിയിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല. അവർക്കും കണ്ണിനടിയിൽ മാത്രം അപ്ലൈ ചെയ്തിട്ട് രാത്രി കിടക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്